നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഷ്കരിച്ച നിയമങ്ങളിൽ ഒന്നാണ് ആധാർ നമ്പർ മൊബൈലുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളത്. RC ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഏതൊരു സേവനവും ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ RC ബുക്ക് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധാറും മൊബൈലും ലിങ്ക്ഡ് ആയിരിക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്പർ മാറി എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ RC ബുക്കിലെയും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനും നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ തന്നെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. RC ബുക്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ വാഹനം വിൽക്കുവാനോ ടാക്സ് അടയ്ക്കുവാനോ കൂടാതെ വാഹനം മറ്റൊരാളിൽ നിന്നും വാങ്ങുവാനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരുവിധ തിരുത്തലുകളോ ഒരു കാര്യങ്ങളും നിങ്ങൾക്കിനി സാധിക്കുന്നില്ല. മോട്ടോർ വകുപ്പിന്റെ എല്ലാ സേവനങ്ങൾക്കും നിങ്ങളുടെ RC ബുക്ക് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. മുൻപും ഇതേ നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും അത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ആധാർ നമ്പർ RC ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.